വിനീതമായ നമസ്കാരം. ഞാൻ വലുതായാൽ എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഞാൻ വലുതായാൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ പണ്ടുള്ളവർ പറയാറുള്ളത്. ഇവയെല്ലാം ഒരാളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും ചേർത്ത് നിർത്തലും എല്ലാം വ്യക്തി ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രധാന കാര്യങ്ങളാണ്. അവർ വലുതാകുമ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഇതവർക്ക് പ്രചോദനമാകും. ആദ്യം വിദ്യ അഭ്യസിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നു തന്നെയാണ്. പിന്നീടാണ് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഞാൻ വലുതായാൽ വലിയ ശമ്പളം വാങ്ങുന്ന ജോലി നേടുക, വലിയ വീട് നിർമ്മിക്കുക, ആഡംബര കാറുകൾ വാങ്ങുക എന്നൊക്കെയാണ് ചിലർ ജീവിതം നന്നവൻ കരുതി വെക്കുന്നത്. എന്നാൽ അതോടൊപ്പം നല്ല മനുഷ്യനാവുക കൂടി ചെയ്താൽ മാത്രമേ ജീവിതം പൂർണ്ണതയിലെത്തൂ. നമ്മൾ വലുതാകുമ്പോൾ മറ്റുള്ളവർ ചെറുതായെന്ന ചിന്ത നമുക്കുണ്ടാകരുത്. അധ്യാപകർ ക്ലാസ്സിൽ വന്നാൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം എന്നാണ്. പലരും പല രീതിയിൽ ഉത്തരം നൽകും. ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്, പട്ടാളം, പൈലറ്റ് എന്നിങ്ങനെ നീളുന്നു ആഗ്രഹങ്ങൾ. എന്നാൽ നമ്മൾ പറയുന്ന ആഗ്രഹങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വളരെ ചുരുക്കം പേരെ അത്തരം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുള്ളൂ. കാരണങ്ങൾ പലതാണ്. ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്. ചിലർ നന്നായി പഠിച്ചു നല്ല ജോലി സമ്പാദിക്കുന്നു. എന്നാൽ ചിലർ പഠിക്കാൻ മോശമാണെങ്കിലോ വലിയ ബിസിനസ്സുകാരായി മാറുന്നു. ചിലർ ചെറിയ വല്ല ജോലിയുമായി മുന്നോട്ട് പോകുന്നു. അതിനുള്ള കാരണം അന്വേഷിക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലമാകാം, കൂട്ടുകാരുടെ സ്വാധീനമാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ അത് ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലോ അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുമ്പോഴാണ് ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ സാധിക്കും. ഡോക്ടറാണെങ്കിലും ടീച്ചറാണെങ്കിലും മറ്റേത് ജോലിയാണെങ്കിലും മനുഷ്യന്റെ നന്മയ്ക്കും പാവങ്ങളെ സഹായിക്കുന്നതിന് മനസ്സുണ്ടാകണം. എന്നാൽ മാത്രമേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകൂ. നന്നായി പഠിച്ചു നല്ല ജോലി നേടി നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ നമുക്കാവണം. മരിച്ച് ജീവിക്കല്ലാതെ ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയട്ടെ. അവരെ മാത്രമേ സമൂഹം ഓർത്തു വെക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.